വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തിന്നണമെന്ന് തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഈ ഒരു പാൻ കേക്ക്. ഇംഗ്ലീഷുകാർ ഇതിനെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പട്ടിണി പോലെ ആയിരിക്കും. നമുക്കിതൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി തോന്നൂല. അപ്പോൾ കൂടുതൽ സംസാരിക്കാൻ നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം. ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. 2, 3, 4 മുട്ട എടുക്കാം കേട്ടോ. കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവർക്ക് ഒരു 3, 4 മുട്ടയൊക്കെ എടുക്കാം. അപ്പോൾ 2 മുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് പാൻ കേക്ക്സ് നമുക്ക് കിട്ടും കേട്ടോ. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ബട്ടറോ ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. മെൽറ്റൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നോളും. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, ആ മുട്ടയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വാനില എസൻസും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. മൈദയുടെ കൂടെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ. എന്നിട്ട് നന്നായിട്ട് ഇതാ മിക്സ് ചെയ്യുക. കുറച്ച് ഇട്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. എല്ലാം കൂടി ഒന്നിച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക മിക്സായി കിട്ടൂല. അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ട് ഇതുപോലെ മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഒട്ടും ലംസൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല എന്താ പറയുക ക്രീമി ടെക്സ്ചറിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടണം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതുപോലെ ഓവർ മിക്സ് ചെയ്യുകയും ചെയ്യരുത്. ഇനി നമുക്കിത് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. പാൻ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ പാൻ വെക്കണം കേട്ടോ. ഫ്ലെയിം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഭയങ്കര ബ്രൗൺ കളറായിട്ടാണ് കിട്ടുക. എന്നിട്ട് ഒരു ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഈ പാൻ കേക്ക് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുക. നമ്മൾ ചുട്ടെടുത്ത ഭാഗം മറിച്ചിട്ടല്ല ഇടണ്ട കേട്ടോ. അപ്പം നമ്മുടെ പാൻ കേക്ക് ഇവിടെ മൊത്തത്തിൽ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം. നോർമലി പാൻ കേക്കിൻ്റെ ടോപ്പിങ്ങിൽ ഹണി വെച്ചിട്ടാണ് ടോപ്പ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ബ്ലൂബെറീസും സ്ട്രോബെറീസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇട്ടെടുക്കാം.